ഈ ഒരു മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നീ റീപ്ലേസ്മെന്റ് സർജറി, അതിൽ എന്തൊക്കെയാണ് ഡോക്ടർ ചെയ്യുന്നത്? ഓക്കെ അതൊരു ചോദ്യമാണ്. അത് പലരും ക്യൂരിയസ് ആണ്. പിന്നെ ഗൂഗിളിൽ നോക്കാം, അപ്പം എല്ലാം ഉണ്ട്. എയോട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് വരെ കാണിച്ചു തരും. അപ്പോൾ ഈ കാലത്ത് ഡോക്ടറോട് പലരും ചോദിക്കാറില്ല. ഡോക്ടർക്ക് ഇതെല്ലാം പലരും വന്ന് ചോദിക്കുന്ന ഡോക്ടർക്ക് ഇതെല്ലാം അറിയാമെന്ന് അറിയാൻ വേണ്ടി. അതെ, അത്രത്തോളം നോളജുമായിട്ടാണ് ആൾക്കാർ വരുന്നത്. പക്ഷെ നമ്മളത് പോസിറ്റീവായിട്ട് എടുക്കണം തീർച്ചയായും. കാരണം അത്ര ആക്സസ് ആണ്, ആൾക്കാർ അത്ര എഡ്യൂക്കേറ്റഡ് ആണ്. തീർച്ചയായും നമ്മുടെ പണി എളുപ്പമുണ്ട്. പകുതി കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കാൻ അവർക്കൊരു ഹാഫ് നോളജ് ഉണ്ട്. കുറച്ച് തെറ്റുണ്ടാവാം, പക്ഷെ നമ്മൾ തിരുത്തി കൊടുത്താൽ മതി. പണ്ടത്തോളം തുടക്കം തൊട്ട് പറയേണ്ട കാര്യമില്ല. അവർ പറയുന്നതിൻ്റെ ബാക്കി നമ്മൾ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്താലും മോഡിഫൈ ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പോൾ അത് മാറ്റി വയ്ക്കുന്നത് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് എന്നാണ് പറയുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട്, ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ആൻഡ് യൂണികോണ്ടലർ റീപ്ലേസ്മെന്റ്. മുട്ടിൻ്റെ അകത്ത് ഒരു സൈഡ് മാത്രം മാറ്റിവെക്കുന്നത് UK എന്ന് പറയും, യൂണികോണ്ടൈലർ നീ റീപ്ലേസ്മെൻറ്റ്. അത് ഒരു സൈഡ് മാത്രം ഡാമേജ് ഉള്ളവർക്ക് യങ്ങർ ഏജിൽ ചെയ്യുന്നതാണ്. പക്ഷേ അത് അൾട്ടിമേറ്റ് ആയിട്ട് മറ്റേ സൈഡിലും വന്നാൽ 10 വർഷമോ 15 വർഷം കഴിയുമ്പോൾ ഇതുപോലെ റിവൈസ് ചെയ്യേണ്ടി വരാം. മുട്ടിനകത്ത് ഈ തുടയുടെ അറ്റത്തുള്ള എല്ലെന്ന് പറയുന്ന ഫീമർ ബോണാണ്, അതിൻ്റെ അറ്റവും പിന്നെ ടിബിയ എന്ന് പറയുന്നതിൻ്റെ അപ്പർ പാർട്ട്. ഇത് രണ്ടും ഇംപ്ലാന്റിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യും. ഏകദേശം ഒരു 9 mm 10 mm, അത് ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ അനുസരിച്ച്, അല്ല ഇംപ്ലാന്റിൻ്റെ ഡിസൈൻ അനുസരിച്ച് കട്ട് ചെയ്യും. കാർട്ടിലേജും ബോൺ പീസും കൂടെ ഒരു റെക്ടാങ്കുലർ ടൈപ്പ് കട്ട് ചെയ്യും. ഫീമർ ടിബിയ ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്യും, ചിലപ്പോൾ ചെറിയ സ്ലോപ്പ് ഇടും. അങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള മെറ്റൽ ഇൻസേർട്ട് ചെയ്ത് പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യും. ബോൺ സിമെൻറ്റ് എന്ന് പറയും, പോളിമീഥൈൽ മീഥാക്രിലേറ്റ്, PMM എന്ന് പറയുന്ന സിമെൻറ്റ് വെച്ചിട്ട് അത് അതിലേക്ക് പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യും. അത് കാർട്ടിലേജും ബോണിന് പകരം ആ എൻസ് രണ്ടും കവേർഡ് വിത്ത് ഈ മെറ്റൽസ് ആയിരിക്കും. പിന്നെ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന, മുമ്പേ ഞാൻ വാഷർ എന്ന് പറഞ്ഞില്ല, മെയിൻസ്, അതിന് പകരമുള്ള ഹൈലി ക്രോസ് ലിങ്ക്ഡ് പോളിത്തീൻ എന്ന് പറഞ്ഞ പ്രത്യേകതരം ഹൈ ഗ്രേഡ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ട്. ഇത് മൂന്നും കൂടെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് മൂന്നും കൂടെ ഒരു യൂണിറ്റ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ മുട്ടിൻ്റെ അകത്ത് പകരം കംപ്ലീറ്റ് പുതിയ സാധനങ്ങളായിരിക്കും. പിന്നെ അതിൽ തന്നെ 2 തരം ടൈപ്പ് ഉണ്ട്. ഈ ACL PCL എന്ന് ഞാൻ പറഞ്ഞല്ലോ, PCL എടുക്കാതെ ACL മാത്രം കളഞ്ഞിട്ട് PCL റിട്ടേൺ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡുണ്ട്. കാർട്ടിലേജ് 2 സൈഡ് ബോണൊക്കെ മാറ്റും, പക്ഷേ ഈ ലിഗമെന്റ് ഓർണ റിട്ടേൺ ചെയ്യും. അത് ക്രൂഷ്യേറ്റ് റിട്ടേണിംഗ് ടൈപ്പ് എന്ന് പറയും. പിന്നെ PS knee എന്ന് പറയും, പോസ്റ്റീരിയർ സ്റ്റെബിലൈസ്. അത് എൻ്റെ ഒരു ടെക്നിക്കൽ ടൈം എന്ന് മാത്രമേ ഉള്ളൂ. ചിലതിൽ ACL-ഉം PCL-ഉം കൂടി ഇടും. അത് ചില സിറ്റുവേഷൻസ് അനുസരിച്ച് പൂർണ്ണമായിട്ടും സർജൻ്റെ തീരുമാനമാണ്. അത് ആ പേഷ്യൻ്റ് ഏതാണ് നല്ലത്, അപ്പോൾ PCL നല്ലതാണ്. അല്ലാതെ ഇപ്പം പേഷ്യൻ്റ് എനിക്ക് ആ നീ മതി, PS knee മതി, അല്ലെങ്കിൽ CR വേണമെന്ന് പറയുന്നതിൻ്റെ അകത്ത് ലോജിക്കില്ല. സർജറി സമയത്താണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ PCL റിട്ടേൺ ചെയ്യാൻ നോക്കി അത് ഹെൽത്തി അല്ലെങ്കിൽ നമ്മൾ കളഞ്ഞിട്ട് മറ്റേതിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷൻ സമയത്ത് തന്നെ മറ്റേതിലേക്ക് മാറേണ്ടി വരും. പേഷ്യൻറ്റ് സംബന്ധിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ അങ്ങനെ പലതരം ടൈപ്സ് ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ് നീ റീപ്ലേസ്മെൻറ്റ് കാർട്ടിലേജും ബോണും റീപ്ലേസ് ചെയ്യും. പിന്നെ മുട്ടിൻ്റെ അകത്ത് ഒറിജിനലായിട്ടൊന്നും ഉണ്ടാവില്ല. മുട്ടിൻ്റെ ആ ജോയിൻറ്റിൻ്റെ 2 ഭാഗവും അപ്പർ പാർട്ടും ലോവർ പാർട്ടും കംപ്ലീറ്റ്ലി ഇമ്പോർട്ടൻറ്റ്.